Good morning, all. Good morning. Welcome to episode of Ubuntu. But ഇന്നത്തെ ഉബണ്ടുവിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ടാഗ് മാംഗോയിലൂടെ നമ്മുടെ പ്രോഗ്രാം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാഗ് മാംഗോയിലാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ എൻ്റയർ കോഴ്സും ടാഗ് മാംഗോയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി തന്നെ എല്ലാ പ്രോഗ്രാമും ടാഗ് മാംഗോയിലേക്ക് വരും. ടാഗ് മാംഗോയിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. നിങ്ങളുടെ സക്സസ് സ്റ്റോറീസും നിങ്ങളുടെ ഫീഡ്സും നിങ്ങളുടെ മെസ്സേജസും ജസ്റ്റ് ലൈക്ക് ഫേസ്ബുക്ക് പോലെ തന്നെ ടാഗ് മാംഗോയിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനെക്കുറിച്ചുള്ള സെഷൻസ് നിങ്ങൾക്ക് തരും. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊരു സെഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു പിന്നെ ഇന്ന് കുറച്ച് ടെക്നിക്കൽ എറർ ആദ്യം സംഭവിച്ചത് കൊണ്ട് ആളുകൾ കുറവാണ്. ബാക്കിയുള്ളവർ വരുമായിരിക്കാം. രേഷ്മ എന്തോ പറയാൻ തുടങ്ങി. ഞാൻ രേഷ്മയെ സംസാരിച്ചിട്ട് നമുക്ക് സെഷനിലേക്ക് പോവാം. രേഷ്മ പ്ലീസ്. Good morning, everyone. ഗുഡ് മോർണിംഗ്. എല്ലാവരും മ്യൂട്ടാണ്, പറഞ്ഞോളൂ. Good morning, ma'am. Good morning. Audible ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ദ പേഷ്യൻസ്. ആർക്കെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി മെസ്സേജ്. താങ്ക് യു. താങ്ക് യു. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അത് ജോയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രജിസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ലിങ്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഒന്നുകൂടി ഷെയർ ചെയ്ത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. താങ്ക് യു. ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട് മാം. ആണല്ലേ? താങ്ക് യു ജാൻസി മാം. സോ നമുക്ക് ഇന്നത്തെ സെഷൻ കുറച്ച് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സെഷനാണ്. കുറച്ചുപേരെ ഉള്ളതിൽ എനിക്കൊരു സങ്കടമുണ്ട്. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമായിരിക്കും. കാരണം ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് അതിൻ്റെ മണ്ടക്കിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബട്ട് പോസിറ്റിവിറ്റി നല്ലതാണ്. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇന്നത്തെ സെഷൻ കേൾക്കുമ്പോൾ ഈ പറയുന്ന ഇത്രയും കാലം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണോ, അല്ലെങ്കിൽ ഇത് ഏതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കും എന്നെനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പോസിറ്റിവിറ്റി ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഒരു ഡൗട്ടും ഇല്ല. പോസിറ്റിവിറ്റി ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ആളുകളെ സക്സസ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വെബിനാറിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൈ പോസിറ്റീവ് തിങ്കിങ് ഈസ് ബ്ലോക്കിംഗ് യുവർ മണി. പോസിറ്റീവ് തിങ്കിങ് മണി ബ്ലോക്ക് ചെയ്യുമോ? ഇൻഫാക്ട് നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോഴാണല്ലോ മണി അല്ലെങ്കിൽ അബണ്ടൻസ് വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഏരിയ ഉണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ വർഷങ്ങളായിട്ട്, കാരണം എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോടൊപ്പമോ അതിന് മുൻപോ ഞാൻ അവരെ കണ്ടിട്ടൊക്കെയാണ് ഈ പോസിറ്റീവ് തിങ്കിങ്ങിലൊക്കെ വന്ന ആള്. അപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു സർക്കാരിൽ കുറച്ചു കാലം വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ട്രെയിനിങ് ഫീൽഡിൽ നിന്ന സമയത്തൊക്കെ ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സ്റ്റാൻഡ് ഇന്നും അതുപോലെ നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നത്. ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം നമുക്ക് മണി അബണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? അതാണ് ഇന്നത്തെ ഒരു വെബിനാർ. ഓഫ് കോഴ്സ് എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് ഷെയർ ചെയ്യാനുള്ളത്. ബട്ട് ഇത് പോസിറ്റിവിറ്റി റോങ് ആയതുകൊണ്ടല്ല. പോസിറ്റീവ് തിങ്കിങ് നല്ലതാണ്. പക്ഷെ പല സമയങ്ങളിലും ഈ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ആക്ച്വൽ മണിയെ ബ്ലോക്ക് ചെയ്യും. ഈ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മണി ബ്ലോക്ക് ബൈപ്പാസ് ചെയ്ത് മണി ബ്ലോക്ക് ഉണ്ടാക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നോർമലി ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏരിയ എന്ന് പറയുന്നത്, ഏറ്റവും നമുക്ക് വേണ്ട ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെറ്റാ കൊഗ്നിഷൻ എന്നാണ് പറയുന്നത്. അതായത് തിങ്കിങ് ഹൗ ടു തിങ്കിങ്, നിങ്ങളുടെ ചിന്ത എന്താണെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ട
പിന്നെ സ്കിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. മെറ്റാ കൊഗ്നിഷൻ എന്നാണ് പറയുന്നത്. അത് സംതിങ് വെരി ലേറ്റസ്റ്റ്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മളെല്ലാവരും ഞാൻ പോസിറ്റീവ് തിങ്കർ അല്ലേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അഫർമേഷൻ ചെയ്യുന്നില്ലേ, അപ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നില്ലേ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലേ, അവിടെ നമ്മളൊരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഇൻസൈഡ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഡീപ്പർ ലെവലിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ ഒരു പാറ്റേൺ ആയി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അറിയാം, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കറിയാം, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാർ ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ എൻ്റെ കോച്ചുമാർ തന്നെ എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് പോയിട്ട് എൻ്റെ കോച്ചുമാർ തന്നെ ഒരു പുതിയ ആൾദൈവം വന്നപ്പോൾ ആൾദൈവത്തിൻ്റെ പുറകെ പോയി. ആ ആൾദൈവത്തിനെ ഇന്ന് സോഷ്യൽ മീഡിയ വലിച്ചു കയറി. കഴിഞ്ഞ ദിവസം ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വൺ. സോഷ്യൽ മീഡിയയിലിരുന്ന് ആളുടെ ചെയ്തികളും അയാൾ കാശുണ്ടാക്കിയ രീതിയും സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ഇന്നലെ യൂട്യൂബിൽ ഞാൻ കണ്ടു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് ഒരു ട്രെൻഡിൻ്റെ പുറകെ പോകൽ, ഒരു മാസ് സൈക്കോളജിയിലുള്ളതാണ് ഒരു ട്രെൻഡ്. ഇതാണ് ശരി, എന്നാൽ ഇതിൻ്റെ പുറകെ പോകാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല പോസിറ്റിവിറ്റി, അതീവ രഹസ്യമായ 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ആരും പറയാത്ത രഹസ്യം വെളിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ എന്ത് ചെയ്യും, അവിടേക്ക് പോകും. ഈ സാധാരണ മനുഷ്യരുടെ തിങ്കിങ് മെറ്റാകോഗ്നിഷൻ എങ്ങനെയെന്ന് അറിയാവോ? നോർമൽ പീപ്പിളിൻ്റെ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് വളരെ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ, നോർമൽ അല്ല, പുവർ, പാവപ്പെട്ടവരുടെ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രമാണ്. ഒരു പാവപ്പെട്ടവൻ അങ്ങനെ ചിന്തിക്കും. ഒരു മിഡിൽ ക്ലാസ് ഈ മാസം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഈ മാസത്തെക്കുറിച്ച് ചിന്തിക്കും. ഇനി റിച്ച് പേഴ്സൺ ചിന്തിക്കുന്നത് ഈ വർഷത്തെക്കുറിച്ചാണ്. ഇപ്പം റിച്ച് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു വർഷം എന്ത് വേണം, ഈ ഒരു വർഷത്തെക്കുറിച്ച് ഗോൾ സെറ്റ് ചെയ്യുക, ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കും. എക്സ്ട്രാ റിച്ച്, സൂപ്പർ റിച്ച് ഡെക്കേഡ്സ് ആണ്, ഡെക്കേഡ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 10 വർഷം, അടുത്ത 10 വർഷം ഞാൻ എങ്ങനെയായിരിക്കും. ഇനി സൂപ്പർ ഡൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ 100 years, സെഞ്ച്വറീസ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് പിന്നെ ഏറ്റവും വലിയ ലോകം അറിയുന്ന സൂപ്പർ എക്സ്ട്രാ 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 പോപ്പുലറായി മാറുന്ന തോട്ട് ലീഡേഴ്സിനെ പോലെയുള്ള ആൾക്കാർ. ദലൈലാമ ഒരു എക്സാമ്പിളാണ്. 100 years തോട്ട്സ് കൊണ്ടുവരുന്നത് എക്സാമ്പിളാണ്. ഇപ്പം ഈവൻ ചെറിയ കുട്ടികൾ പോലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാ ലൈവിൽ കയറിയിട്ടുള്ളൊരു, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യണം. പോർഷെ കാറിൻ്റെ ഒരു ആഡ്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ആഡ് ഇങ്ങനെയാണ്: ഒരു കുട്ടി റൂമിനകത്തിരിക്കുമ്പോൾ പുറത്തുകൂടെ ഒരു പോർഷെ കാറ് പോകുന്നു, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇത് പോകുന്ന കണ്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ കുഞ്ഞ് സൈക്കിളും എടുത്തിട്ട് ആ കാറിൻ്റെ പുറകെ പോവാണ്. പുറകെ പോയിട്ട് ആ കാറിൻ്റെ ഷോറൂമിലെത്തിയപ്പം പിന്നെ ഷോറൂമിലെത്തിയപ്പോൾ ഒറ്റ സെക്കൻഡ്, ഒറ്റ ഷോറൂമിലെത്തിയപ്പോൾ മാനേജർ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താണ് വേണ്ട. അപ്പം ഈ പയ്യൻ പറഞ്ഞു, ഞാൻ ഈ കാറിനകത്തൊന്ന് ഇരുന്നോട്ടെ, ക്യാൻ ഐ സിറ്റ് ഇൻസൈഡ് ദ കാർ. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊച്ചുകുട്ടിയല്ലേ, അവനൊരു ക്യൂരിയോസിറ്റി, കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. കയറിയിരിക്കുന്നു. അവൻ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇൻറ്റീരിയർ നോക്കുന്നു, സ്റ്റിയറിംഗ് പിടിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി വന്നു. വിസിറ്റിംഗ് കാർഡ് ചോദിച്ചു. അപ്പോൾ മാനേജർ കൊടുത്തില്ല, കാരണം കൊച്ചുകുട്ടിക്ക് വിസിറ്റിംഗ് കാർഡ് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് കൊടുത്തില്ല. അപ്പോൾ ഇവൻ തിരിച്ചു പറഞ്ഞിട്ട് പോയി, ഇതാണ് ഞാൻ 20 വയസ്സ് കഴിയുമ്പോൾ തിരിച്ചു വരും, ഞാൻ ഈ കാറ് വാങ്ങുമെന്ന് പറഞ്ഞു. 20 years, ഒരു കൊച്ചു കുട്ടി പോലും 20 വർഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നിടത്തു നിന്നാണ് യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ മെറ്റാകോഗ്നിഷനെ കുറിച്ച് പറയുന്നത്, നമ്മളുടെ തോട്ട്സ്, അപ്പം ഇവിടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ തോട്ട്സ് ഏത് ലെവലിലാണ് ചിന്തിക്കുന്നത്? നമ്മൾ ഒരു മാസത്തെക്കുറിച്ചാണോ, ഒരു വർഷത്തെക്കുറിച്ചാണോ നമ്മുടെ ഗോളും? ഒരു വർഷം കഴിഞ്ഞ് ഇങ്ങനെ ആകണമെന്നാണോ ബിക്കമിങ്? ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആകുമോ, അതോ 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ആകുമെന്നാണോ, 20 വർഷം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ആകണമെന്നാണോ, അതോ 50 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ആകണമെന്നാണോ എന്ന് ചിന്തിക്കണം.
അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞത്. സോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്, ഈ പ്രോഗ്രാം ഇൻഫാക്റ്റ് അഫർമേഷൻ ചെയ്ത് തളർന്നവർക്ക്, അല്ലെങ്കിൽ അഫർമേഷൻ ഈസ് ഗുഡ്, റിസൾട്ട് കിട്ടാത്തവർക്ക്, സ്പിരിച്വൽ പീപ്പിൾ ആണ് ബട്ട് ഇൻ്റലിജൻറ്റ് സീക്കർ ആണെങ്കിൽ അവർക്ക് നല്ലതാണ്. കോച്ചിനും ഹീലേഴ്സിനും പ്രൊഫഷണൽസിനും ട്രെയിനേഴ്സിനും ഒക്കെ ആർക്കാണോ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് ഞാൻ ഈ പറയുന്നത്. പക്ഷെ നോർമലി ചിന്തിക്കുന്നവർ ഞാൻ ഇത്രയും കാലം ചെയ്ത് തെറ്റല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പോസിറ്റിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഓതൻറ്റിക് പോസിറ്റിവിറ്റി ഈസ് ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റി ബ്ലോക്ക്. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ഒരാൾ പറയണത് നിങ്ങൾ 23 പ്രാവശ്യം ഈ കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ 23 ടൈം ചെയ്താൽ മാത്രമാണ് നമുക്കതിനകത്ത് റിസൾട്ട് കിട്ടുക എന്നുള്ള ഒരു തോട്ട് അതിനകത്ത് വരും. അപ്പോൾ അത് ചെയ്തില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ 21, 23 ഓർ 18 ഓർ 7 അത് കഴിയുമ്പോൾ ചെയ്തില്ലല്ലോ എന്നോർത്ത് ഗിൽറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ പോലും അറിയാതെ ഈ പോസിറ്റിവിറ്റി കൊണ്ട് തന്നെ നമുക്ക് ഗിൽട്ടും, നമുക്ക് ഇറിറ്റേഷനും, നമുക്ക് എന്താ പറയണ്ട ഫീലിംഗ് ലോസ്റ്റും, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയറും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് കാര്യം സാധിക്കുന്നില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവും. സോ ഞാൻ ഒരിക്കലും ഇപ്പം പറയാറുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഞാൻ പറയുന്ന ഈ ഒരു റിച്വൽസ് 1 ടൈം ചെയ്താൽ മതി. ഷുഡ് ഫീൽ ഹൗ ടു സേ, അതൊരു 100% ഫീലിങ്ങിൽ ടൈം എടുത്തുകൊണ്ട് 1 ടൈം ചെയ്താലും മതി. അപ്പോൾ ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റി നമുക്ക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ഓതൻറ്റിക് പോസിറ്റിവിറ്റി നമ്മളെ ഹീൽ ചെയ്യും, നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പോസിറ്റീവ് തിങ്കിങ് ഈസ് ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് യുവർ മണി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പോസിറ്റീവ് തോട്ട്സ് ബാക്ക് ഫയർ ചെയ്യുന്ന എപ്പോഴാണ്? ഇവിടെ നമ്മൾ ഈ ഹിഡൻ റീസൺ മണി സ്റ്റേറ്റ്, നമ്മളിൽ നിന്നും മണി ദൂരേക്ക് പോകാനുള്ള റീസണെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഒരു 3 സ്റ്റെപ്സ് ആണ് വരുന്നത് കേട്ടോ. ആ 3 സ്റ്റെപ്സ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസിറ്റിവിറ്റിയുടെ ട്രാപ്പ് മനസ്സിലാക്കും, എങ്ങനെയാണ് മണി ബ്ലോക്ക് ചെയ്യുന്നത് മനസ്സിലാകും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, പിന്നെ അഫർമേഷൻ നമ്മൾ ഇടുന്നു, എഫേർട്ട് ഇടുന്നു, ഓപ്റ്റിമിസം ഇടുന്നു. ഇതൊക്കെ ബാക്ക് ഫയർ ചെയ്ത് നമുക്ക് അബൻഡൻസിലേക്ക് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. എസ്പെഷ്യലി കോച്ചുമാർക്ക്, അതിൽ വർക്ക് ചെയ്യുന്ന കോച്ചുമാർക്ക്. ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി, എൻ്റെ സൈക്കോളജി ഹൗ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കലാണ്. അത് ഹൗ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രാക്ടിക്കാലിറ്റി വരണം. ഒരു സ്കില്ല് എങ്ങനെ അപ്ലൈ ചെയ്യണം, അവിടെ ഒരു സ്കില്ലാണ് എനിക്ക് സ്കില്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒരു സംസാരിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട് ഹൗവിൽ. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ഇതിനകത്ത് ഒരു മണി എന്ന് പറയുന്നത് സംടൈംസ് യുവർ മണി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലാണ്, ഒരു ജനറിക് പേഴ്സ്പെക്റ്റീവിൽ. എൻ്റെ സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുക്കും. നിങ്ങളുടെ മണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ മണി. ഞാൻ ഇവിടെ പറഞ്ഞത് ഹൗ, എൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഹൗ പോസിറ്റീവ് തിങ്കിങ് ഈസ് ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് യുവർ മണി. ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് മണി. ഇനി ഹൗ എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ സാധനമാണ്. ക്വൈറ്റ്ലി എന്ന് പറയുന്ന ഒരു മിസ്റ്ററി, ഒരു സേഫ്റ്റിയാണ്. ഒരു സേഫായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളുടെ മണി, നിങ്ങൾക്ക് ഉണ്ടാകേണ്ട മണി വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ ബ്ലോക്കിങ്ങിൽ എപ്പോഴും ഒരു പെയിൻ അവയർനെസ് ഉണ്ട്. ബ്ലോക്ക് നമ്മളിലേക്ക് വരാത്തൊരു കാര്യമാണ്, ഒരു പെയിൻ അവയർനെസ് ഉണ്ട്. മണി എന്ന് പറയുന്ന പേഴ്സണലാണ്. ഇതിൻ്റെ ഒരു സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ കേൾക്കാനും, അല്ലെങ്കിൽ നമുക്കിഷ്ടം നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാൻ, നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ അബൻഡൻസ്, നല്ല കാര്യം. അബൻഡൻസ് എന്ന് പറയുന്നത് നല്ല കാര്യം ആയതുകൊണ്ട് തന്നെ ബ്രെയിനൊരു വലിയ സന്തോഷം. ദാറ്റ് മീൻസ് ബ്രെയിൻ ഒരു വലിയ റിസ്ക് ഒന്നുമില്ല, അബൻഡൻസ് പെട്ടെന്ന് കിട്ടും. അവിടെയാണ് ബ്രെയിൻ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടു പോകുന്നത്. പെട്ടെന്ന് നമുക്ക് കിട്ടും, ഓക്കെ, സന്തോഷമാണ്. ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ഇത് കേട്ട് ഇതിനകത്ത് ചാടി വീഴുന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ടാണ് ബ്രെയിനിലെ ഡീപ്പർ വർക്ക് നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അഫർമേഷൻ പറയുമ്പോൾ
ഐ ആം അബണ്ടന്റ് എന്ന് പറയും. നമ്മൾ ഇങ്ങനെ പറയാണ് കോൺഷ്യസ്ലി അഫർമേഷൻ ഐ ആം അബണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അബണ്ടന്റ് അല്ല എന്ന് നമ്മുടെ ഉള്ളിലെ ഒരു മനസ്സിരുന്ന് പറയും. അപ്പൊ അവിടെ ഒരു ലോജിക്കൽ മിസ്മാച്ച് വരും. ഈ സമയത്ത് അത് കറക്റ്റ് അല്ലല്ലോ എന്ന് പറയുമ്പോൾ ബോഡി അൺകംഫർട്ടബിൾ ആകും. അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഓതന്റിക് പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഈ ഒരു തിയറി കൊണ്ടുവന്ന ഒരു ക്രെഡിബിൾ സൈക്കോളജി ബേസിസ് ആണ്. നെർവ് സിസ്റ്റം ഇതിനകത്ത് ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ദിസ് ഈസ് നോട്ട് സാധാരണ പറയുന്ന പോലെ ഒരു മോട്ടിവേഷൻ അല്ല. അപ്പൊ കുറച്ച് ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റി ക്രിയേറ്റ് മെന്റൽ സപ്രഷൻ ആൻഡ് സപ്രഷൻ റീബൗണ്ട്സ്. അതായത് നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മെന്റൽ സപ്രഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ പോസിറ്റീവ് ആകാൻ ട്രൈ ചെയ്യുന്ന പറയുക, ഐ എം ട്രൈ ടു ബി പോസിറ്റീവ്. ഈ ട്രൈ ചെയ്യലാണ്. ചില സമയത്ത് നമ്മൾ പുഷ് ചെയ്യും. കാരണം നമ്മൾ എന്താണ് പുഷ് ചെയ്യുന്ന അറിയാം? ഫിയറിനെ പുഷ് ചെയ്ത് കളയും, ഡൗട്ട് പുഷ് ചെയ്യും, ആങ്കർ പുഷ് ചെയ്യും, ഷെയിം പുഷ് ചെയ്ത് എല്ലാം കളയും. ഇതൊന്നും അല്ല. ഇതൊന്നും നമ്മൾ ഒരു സ്കേഴ്സിറ്റി തോട്ട്സ് ഒക്കെ നമുക്ക് വരും. ഒരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മുടെ പാറ്റേൺ നേരത്തെ അങ്ങനെയാണ്. നമ്മുടെ ആൻസസ്റ്റേഴ്സും നമ്മുടെ ചൈൽഡ്ഹുഡും തന്ന എക്സ്പീരിയൻസ് അതാണ്. പെർസെപ്ഷൻ അതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഞാൻ പോസിറ്റീവായിരിക്കണമെങ്കിൽ ഇതൊന്നും പാടില്ല. ഇപ്പം ഞാൻ തന്നെ ക്ലാസ് പറയുന്നുണ്ട്, നിങ്ങൾ എലിവേറ്റഡ് ഇമോഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കറേജ് തൊട്ടാണ് നിങ്ങൾ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കറേജിന് താഴെയുള്ള എല്ലാം സർവൈവൽ മോഡാണ്. അത് വിക്ടിം ലൈഫിലായിരിക്കും നമ്മൾ കുറേ കഷ്ടപ്പെടും. അപ്പം നമ്മൾ ഇമോഷൻ ഉയർത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഇവിടേക്ക് വരും. ഒരു ഫോഴ്സ് വരും. ഇതിനെയാണ് തോട്ട്സ്, ഈ ഫോഴ്സ് ചെയ്യുന്നതിന് സൈക്കോളജി പറയുന്നതാണ് തോട്ട് സപ്രഷൻ എന്നാണ് പറയുന്നത്. ഇത് റീബൗണ്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നമുക്ക് അൺവാണ്ടഡ് തോട്ട്സ് റിട്ടേൺ മോർ ഓഫൺ ആൻഡ് സ്ട്രോങ്. നമുക്ക് വേണ്ടാത്ത ചിന്തകളാണ് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ ആണെങ്കിൽ അത് പെട്ടെന്ന്, ഈവൻ നെഗറ്റീവ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് വരും. കാരണം എസ്പെഷ്യലി നമ്മൾ നമ്മളുടെ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ഈ ഒരു അയോണിക് പ്രോസസ് തിയറി എന്ന് പറയുന്ന വാഗ്നറുടെ ഒരു തിയറിയുടെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നമ്മളുടെ മൈൻഡിന്റെ ഒരു പാർട്ട് പോസിറ്റീവായിട്ട് നിൽക്കാനും നോക്കും, അനദർ പാർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് തുടരുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു തോട്ട് സപ്രഷനും ഒരു കോൺഫ്ലിക്റ്റും നമ്മൾ പോലും അറിയാതെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒരു പാർട്ട് പോസിറ്റീവിന്റെ പുറകെ പോകും, അനദർ പാർട്ട് ആ ഒരു നെഗറ്റീവ് തോട്ടിനെ അവിടെ തന്നെ സ്കാൻ ചെയ്ത് ആ നെഗറ്റീവ് തോട്ട് ഇതിവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു അവയർനെസ്സിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. ഇതാണ് പറയുന്നത് ഫോഴ്സ്ഡ് പോസിറ്റീവ് ക്രിയേറ്റ്സ് മെന്റൽ സപ്രഷൻ. അപ്പൊ ഇതിന് നമുക്ക് ഇതെങ്ങനെയാണ് മണിയെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ക്ലിയർ ആണോ? കുറച്ചു പേർക്കെങ്കിലും അതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? ഇത് ഇത്രയും കാലം മാഡം പറഞ്ഞു പോസിറ്റീവ് തോട്ട്സിൽ ഇരിക്കണം, ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് പോസിറ്റീവ് തോട്ട് നിങ്ങൾക്ക് മണി ബ്ലോക്ക് ചെയ്യും. ഇത് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണല്ലോ. നമ്മൾ ഈ പറയുന്ന കാര്യത്തിന്റെ പുറകെ ബ്ലൈൻഡായിട്ട് പോകാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് 100% റിസൾട്ട് കിട്ടാനാണ് ഞാനിത് പറയുന്നത്. നമുക്കത് ബ്ലൈൻഡ് ആയിട്ടല്ല പോകണം, നമുക്ക് റിസൾട്ട് കിട്ടണം. നമുക്ക് റിസൾട്ടിന് ഒരുപാട് കാലം ഈ തിരിച്ചറിവ് വരും, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ്. അതുവരെ നമുക്ക് കാത്തിരിക്കാനുള്ള സമയമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ നമുക്കങ്ങനെ വർക്ക് ചെയ്താൽ പോരെ, അതല്ലേ നല്ലത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ മണി ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പോണേ. അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട്, നമ്മൾ കാണുമ്പോൾ കോൺഫിഡൻ്റ് ആണ്, വളരെ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ വളരെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ അറ്റൻഷൻ ഒരു സ്കേഴ്സിറ്റിയിലാണെങ്കിൽ അത് ആക്ച്വലി അതായത് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഒരു കോച്ച് എന്നുള്ള നിലയിൽ ഞാൻ കുറേയധികം കോച്ചുമാരുണ്ട്, വളരെ കോൺഫിഡൻറ്റ്, ഞാൻ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഉള്ളിൽ ഞാനിത് കോച്ചിങ് കൊടുക്കും, ഞാൻ അടുത്ത വർഷം കുറേയധികം കാശുണ്ടാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് പോകും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു തോട്ട് വരണം, വാട്ട് ഇഫ് ഐ ഫെയിൽ, ഇതൊന്നും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരൊറ്റ സാധനം മതി, നമ്മൾ താഴേക്ക് പോകും.
ഉറപ്പായിട്ടും ഒരു പക്ഷേ ഇതിലിരിക്കുന്ന കുറേ പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മണിച്ചിത്രത്താഴായിട്ട് പൂട്ടി നമ്മൾ പറയത്തില്ലേ, അതൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഈ തോട്ട് ഉണ്ടാവും, അയ്യോ നടക്കോ, ഈ പറയുന്നതിൽ എവിടെയെങ്കിലും നടക്കോ, വാട്ട് ഇഫ് ഐ ഫെയിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യം, ഇത് ഏത് കരിയറിലും ഇത് വരും. ദെൻ അവിടെ നമുക്ക് മണി ബ്ലോക്ക് ഉണ്ടാവും, മണി തന്നെ ബ്ലോക്ക് ഉണ്ടാവും. അതുപോലെ നമ്മൾ ചിലപ്പോൾ നമ്പേഴ്സ്, പ്രൈസിങ്, സെയിൽസ് കോൺവെർസേഷൻ, ഇതെല്ലാം നമുക്കൊരു ഉള്ളിലൊരു സപ്രസ്ഡ് ഫിയർ കിടക്കുന്നുണ്ട്. നമുക്ക് ട്രിഗർ ചെയ്യുമെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഒരു പ്രൈസ്, എത്ര നിങ്ങൾ പോസിറ്റിവിറ്റിയിൽ നിൽക്കുകയായിരിക്കും, ഒരു പ്രൈസിനെ കുറിച്ച് ഒരു ആളിൻ്റെ പ്രൈസ് ഇത്ര രൂപയാണ് എൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ട്രിഗർ ചെയ്യും ഫിയർ. ഒരു ഫിയർ ട്രിഗർ ചെയ്യും, അയ്യോ ഇത്രയും പൈസയോ, ഉള്ളിൻ്റെ ഇത്രയും പൈസയോ എന്നൊരു ട്രിഗർ വരും. അല്ലെങ്കിൽ നമ്പേഴ്സ് ചിലപ്പോൾ വേറൊരാളെ ഏൺ ചെയ്ത നമ്പർ പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. വേറൊരാളുടെ സക്സസ് ട്രിഗർ ചെയ്യും, നമ്മൾ അറിയാതെ മണി ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. സെയിൽസ് കോൺവെർസേഷൻസ്, ഇതൊക്കെ ട്രിഗറിങ് ഉണ്ട്. ഈ സപ്രസ്ഡ് ഫിയറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സപ്രസ്ഡ് ഫിയർ പുറത്തുകൊണ്ടുവരുന്ന സാധനങ്ങളാണ്, നമ്മൾ പോലും അറിയാതെ. ഈവൻ ദോ വി ആർ പ്രാക്ടീസിങ് അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഓട്ടോ സജഷൻ, മെഡിറ്റേഷൻ ആൻഡ് എവറിത്തിങ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം. അതാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ്. ഈ ഒരു പോസിറ്റീവിൽ നമ്മൾ പോവുകയും ചെയ്യും, മണി ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഈ രണ്ടും നടക്കുന്നു. ഒരു സൈഡ് പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു, മറ്റേ സൈഡിൽ ഈ നെഗറ്റീവ് നമ്മൾ അറിയാതെ കയറി വരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, കൺസിസ്റ്റൻസി പോവും. അതായത് ഇപ്പൊ തോട്ട് സപ്രഷനാണ് അവിടെ നടക്കുന്നത്. ബിക്കോസ് സപ്രഷൻ കോസ്റ്റ് മെന്റൽ എനർജി. ഈ തോട്ട് സപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള തോട്ട്സ് വരുന്നു, പോസിറ്റീവ് നെഗറ്റീവ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ട്രിഗർ വന്നു അപ്പോൾ നമ്മുടെ എനർജി പോവും, കൺസിസ്റ്റൻസി കിട്ടത്തില്ല. കുറച്ച് ദിവസം വിട്ടിട്ട് പോകും, പിന്നെ വീണ്ടും തിരിച്ചു വരും. കുറച്ച് ദിവസം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ എബിലിറ്റി ഉള്ള, കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കോച്ചുമാർക്ക് പോലും ഈ ഇന്ന് സംഭവിക്കുക, അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് ഈ വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങൾ കാണാം, അപ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകുന്നത്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏതോ ഒരു പാർട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഒരു പാർട്ട് ഈ ഒരു കാര്യത്തെ പേടിക്കുന്നു, അത് ഐഡന്റിഫൈ ചെയ്യണം, അവെയർ ആകണം. അത് അവെയർ ആയതിനു ശേഷം നമ്മൾ, അതായത് എൻ്റെ ഉള്ളിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കിട്ടും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു തോട്ടുണ്ടോ, തോട്ട് ഇടയ്ക്ക് കയറി വരുന്നുണ്ടോ, അങ്ങനെ എ പാർട്ട് ഓഫ് മീ ഈസ് അഫ്രൈഡ് ഓഫ് ദിസ്, എൻ്റെ ഉള്ളിൽ ഇതെനിക്ക് ഒരു പ്രശ്നമുണ്ട് ആൻഡ് ഐ ക്യാൻ. അപ്പോൾ അത് ഫസ്റ്റ് അവെയർ ചെയ്യുന്നു, അതിനെ നെയിം ഇടുന്നു. അതെന്താണ്, അത് ഫിയർ ആണെങ്കിൽ ഫിയർ, അല്ലെങ്കിൽ ഡൗട്ട് ആണെങ്കിൽ ഡൗട്ട്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആണെങ്കിൽ ആങ്സൈറ്റി, അതല്ലെങ്കിൽ എനിക്കൊരു ഇതുകൊണ്ടൊരു മടി വരുന്നു, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ഏതുമാണ് നിങ്ങൾക്ക് എന്താണോ അതിനെ നെയിം ചെയ്യണം. എ പാർട്ട് ഓഫ് മീ ഈസ് അഫ്രൈഡ് ഓഫ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം, എനിക്കിങ്ങനെ ഒരു പേടിയുണ്ട്. എന്നാലും പിന്നെ ആഡ് ചെയ്യേണ്ട, ഐ ക്യാൻ സ്റ്റിൽ ടേക്ക് വൺ സ്മോൾ ആക്ഷൻ ടുഡേ. അതുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഒരു ചെറിയ ആക്ഷൻ എടുക്കാൻ പോകണം, ചെറിയ കാര്യം എന്തായാലും ഞാൻ ചെയ്യാൻ പോകണം. ഇത് നമ്മുടെ സപ്രഷൻ, മെന്റൽ സപ്രഷൻ കുറയ്ക്കും. ഇത് നമ്മളെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെയാണ് ഓത്തൻറ്റിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് സ്റ്റെപ്സ് എടുക്കുന്നു. അവിടെ ഒരു റിയാലിറ്റിയാണ്, അവിടെ പിന്നെ ഒരു സെപ്പറേഷൻ വരുന്നില്ല. ഇവിടെ പവർഫുൾ റിച്വൽ ഡെയിലി ബേസിസ് നിങ്ങൾ ചെയ്യണം. പവർഫുൾ ഇത് മനസ്സിലാക്കി ഇതിൽ നിങ്ങൾക്ക് ഡെയിലി വർക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓത്തൻറ്റിക് പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇതാണ് റിയാലിറ്റി. ഈ മറ്റത് റിയാലിറ്റിയെ കണ്ണടച്ചുകൊണ്ട് ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് അല്ലേ. ഈ പറയുന്ന ജനറിക് ആയിട്ട് പറയുന്ന അഫർമേഷൻ, ജനറിക് ആയിട്ട് പറയുന്ന ഓട്ടോ സജഷൻ, ജനറിക് ആയിട്ട് പറയുന്ന പോസിറ്റീവ് സുഭാഷിതങ്ങൾ ഗുഡ്, പക്ഷെ ഓരോരുത്തരും അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവരവരുടെ നിലയിൽ നിന്നുകൊണ്ടല്ലേ അതെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം, ഒരു മാസത്തെക്കുറിച്ച്, ദെൻ 1 ഇയർ, ദെൻ ഡെക്കേഡ്സ് ആൻഡ് സെഞ്ചുറി. അതാണ് വ്യത്യാസം. അപ്പം എല്ലാവരിലും ഈ ഒരു സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അടുത്തത്,
രണ്ടാമത്തെ സ്റ്റെപ്പ്, പോസിറ്റീവ് അഫർമേഷൻ ക്യാൻ ബാക്ക് ഫെയർ വെൻ സെൽഫ് ബിലീഫ് ഈസ് ലോ. സെൽഫ് ബിലീഫ് കുറവാണെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ ബാക്ക് ഫെയർ ചെയ്യും. ഒരു വലിയ സ്റ്റഡി പറയുന്നത് പോസിറ്റീവ് സെൽഫ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് മീൻസ് ഐ ആം ലവബിൾ, ഐ ആം സക്സസ്ഫുൾ എന്നുള്ള പോസിറ്റീവ് സെൽഫ് സ്റ്റേറ്റ്മെന്റ് ആളുകളെ കുറച്ചുകൂടെ ലോ സെൽഫ് എസ്റ്റീമിലേക്ക് വേഴ്സായിട്ടും കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഒരു പഠനം പറയുന്നതാണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ക്ലാഷ് ഉണ്ടാക്കും അവരുടെ മൈൻഡിൽ. ഒരു ഇന്റേണൽ റിയാലിറ്റി ഇതും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒട്ടുമല്ലല്ലോ, ഇപ്പൊ എല്ലാവരും ഇങ്ങനെയാണ്, ഞാൻ ഒട്ടുമല്ല, ഞാൻ ഒട്ടും സക്സസ്ഫുൾ അല്ല. ഐ എം സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരു സക്സസ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് സെൽഫ് എസ്റ്റീം കുറവുള്ളവർ താഴേക്ക് പോകും, കുറച്ചുകൂടെ താഴേക്ക് പോകും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല മാഡം, സത്യമല്ലേ No. പറയാം. ഇല്ല റിയാലിറ്റി. മാം, അറിയാറ്റിയ ഈ 2 ദിവസം 2-3 ദിവസമായി എന്റെ മനസ്സിലൂടെ കടന്നുപോയ ചോദ്യത്തിനുള്ള ഉത്തരവാണിത്. അത് എല്ലാരും എന്താണോ നമ്മൾ ഇന്നലെ പറഞ്ഞത് ജാൻസി ആന്റി, അതിന്റെ ആൻസർ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും താങ്ക് യു സോ കറക്റ്റ്. മച്ച്. ഇതാണ് പറഞ്ഞത്, നമ്മൾ സെൻ ഗുരുവും ശിഷ്യന്മാരെ പോലെ അല്ലേ. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് നിങ്ങളുടെ ഗുരു എത്രയും പേരുടെ മനസ്സിലാക്കുക. നമ്മൾ തമാശ പറയുന്നത് ഇറ്റ്സ് റിയലി റിയലി നൈസ് ആൻഡ് താങ്ക് യു സോ ഇന്നലെ മച്ച്. ഞങ്ങൾ സംസാരിച്ചത് ഇതിനെ കുറിച്ചായിരുന്നു, ഈ സംശയത്തെ കുറിച്ചായിരുന്നു. അത് കറക്റ്റ് മാം ഇന്ന് ഉത്തരം തന്നു. ഒരുപാട് താങ്ക്സ്. ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്തു പോകുന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് അഫർമേഷൻ ബാക്ക് ഫയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊരു പഠനം പറയുന്നതാണ്, ഒരു മേജർ സ്റ്റഡിയാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഉള്ള സെൽഫ് എസ്റ്റീം കൂടെ കുറഞ്ഞു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതൊരു 800 പേരിൽ നടത്തിയൊരു സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഇന്നർ മൈൻഡിൽ ക്ലാഷ് ഉണ്ടാക്കും. അപ്പോൾ ഒന്നുകൂടി മൈൻഡ് ആർഗ്യൂ ചെയ്യും, ബാക്കിലേക്ക് ആർഗ്യൂ ചെയ്യും, ഒന്നുകൂടി നെഗറ്റീവിലേക്ക് പോകും, നേരത്തെക്കാട്ടിൽ ഒന്നുകൂടി നെഗറ്റീവിലേക്ക് പോകും. അപ്പൊ ഇത് എങ്ങനെയാണ്, അപ്പൊ ഈ പോസിറ്റീവ് അഫർമേഷൻ മണിയിൽ എങ്ങനെ അഫക്ട് ചെയ്ത് നോക്കാം. ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന, ഒട്ടും റിച്ച് അല്ലാത്ത ഒരു വ്യക്തി ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യുന്നതാണ് നോ, നീ റിച്ച് അല്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പറയും. അപ്പൊ ഒരു ഇന്നർ ആർഗ്യുമെന്റ് വരും. ഈ ഇന്നർ ആർഗ്യുമെന്റ് സ്ട്രെസ് ഉണ്ടാക്കും. ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ നമ്മുടെ ക്ലാരിറ്റി കുറയും, റെഡ്യൂസ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി കുറയുമ്പോൾ നമ്മളെ ഫോളോ, അതായത് നമ്മൾ ഏതിലാണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫോളോ അപ്പ് കുറയ്ക്കും. നമ്മൾ ചെയ്യത്തില്ല, ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് അടുത്ത പ്രശ്നം. യു ബിക്കം അഡിക്റ്റഡ് ടു മോർ ടെക്നിക്ക്. അത് വർക്ക് ചെയ്യുന്നില്ല എന്നാൽ ഇത് വർക്ക് ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇത് പറയുന്നത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം, ഞാൻ ഓപ്പൺ വർക്ക് ചെയ്യാം. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് സ്റ്റേബിൾ കപ്പാസിറ്റി ദേ ഫോളോഡ് ഓർ ദേ ബ്ലൈൻഡ്ലി ഫോളോഡ് അനദർ ടെക്നിക്സോട് ടെക്നിക്ക് ആയിരിക്കും. എന്നാൽ പിന്നെ EFT നോക്കാം. ഇങ്ങനെ ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ സ്ട്രെസ് പറയുമ്പോൾ നമ്മൾ അഡിക്ഷൻ ടു മോർ ടെക്നിക്സ്, സ്ട്രെസ് വരും, ക്ലാരിറ്റി കുറയും, കൺഫ്യൂഷൻ വരും, പിന്നെ കുറച്ച് ഫിയർ വരും. ഈ ബോഡിയും മൈൻഡും എന്ന് പറയുന്നത് ഇത് ഓരോ മൊമെന്റിലും നമ്മൾ 120ഓളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഓരോ ചിന്ത 120ലധികം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓരോ തോട്ട്സ് അനുസരിച്ച് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഹാർഡ്വെയർ ആണ്, മൈൻഡ്, ചിന്ത എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, മൈൻഡ് എന്ന് പറയുന്നത് ഈ തോട്ട്സ്. ഇൻഫർമേഷനിൽ നിന്നാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നത്. ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റയിൽ നിന്നാണ് നമ്മൾ തോട്ട്സ് ഉണ്ടാകുന്നത്. ഈ തോട്ട്സ് ഇങ്ങനെ ആ തോട്ട്സ് നമ്മൾക്ക് വരുമ്പോൾ ആ തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ബ്രെയിൻ ഹാർഡ്വെയർ 120ലധികം ന്യൂറോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ നമുക്ക് അതിനനുസരിച്ച് ബോഡി റിയാക്ട് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് ഫിയർ, സ്ട്രെസ്, അല്ലെങ്കിൽ ബോഡിയിൽ ഒരു അൺസേഫ്റ്റി വരുമ്പോഴത്തേക്ക് അഡ്രിനാലിനും കോർട്ടിസോളും ഇതൊക്കെ വരും. അപ്പൊ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു പോസിറ്റീവ് കാര്യം നമ്മൾ മൈൻഡിലേക്ക് കയറ്റി വിടുമ്പോൾ സെറോട്ടോണിനും ഡോപ്പമൈനും പ്രൊഡ്യൂസ് ചെയ്യും ഇൻസ്റ്റന്റ് ആയിട്ട്. പക്ഷെ ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് 24 hours നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഈ അഫർമേഷൻ പറയുന്ന സമയത്ത് കുറച്ച് തരും, അത് കഴിഞ്ഞാൽ നമുക്ക് ഫിയറായി, അത് കഴിഞ്ഞാൽ മോർ ഫിയർ, മോർ കൺഫ്യൂഷൻ, മോർ ഡൗട്ട്. അയ്യോ ദൈവമേ, 41 ദിവസം ഞാനിത് ഈ ഒരു അഫർമേഷൻ കൂടിയതാണല്ലോ, എനിക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ലല്ലോ, വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ. എന്നാൽ ഇത് മാറ്റാം.
എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഹോപ്പണോപ്പണോ നല്ലതാണ്, വേറെ ടെക്നിക്ക് പറഞ്ഞത് ആക്സസ് ബാർ നല്ലതാണ്, അതല്ലെങ്കിൽ വേറെ EFT ആണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓരോന്നിനും അഡിക്ഷൻ ആവും. ജീവിതം മുഴുവൻ ഇങ്ങനെ അഡിക്ഷനിൽ പോയിട്ട് അവസാനം മക്കളെ ചോദിക്കും, നമ്മൾ വളരും, നമ്മുടെ മക്കൾ വളരും, അവരെ ജീവിച്ച് വേറെ രീതിയിലേക്ക് പോകും. അമ്മ ഇന്ന് അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് അമ്മ ഇതുകൊണ്ട് നടക്കുന്നത്, ഇപ്പോഴും ഇതുകൊണ്ട് ഇതൊക്കെ അടച്ചുപൂട്ടി പൊക്കൂടെയെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. വി ആർ മോർ സയൻറ്റിഫിക്. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കി പോകുന്നവരാണ്. നമ്മൾ കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നമ്മൾ ആ കോച്ചിങ്ങിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും. 10 ഇയറിലെ ഗോള് നമ്മൾ കണ്ടിരിക്കും. 100 ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കും. ഇപ്പോഴേ അതിനുള്ള ബേസിക്സ് ഇട്ടേക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഇന്ന് ഇത് കൊണ്ടുവന്നത്. സോ മോർ ടെക്നിക്കിൻ്റെ ഒരു അഡിക്ഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഐഡന്റിറ്റി ക്ലെയിം ചെയ്യുന്നതിന് ഇൻസ്റ്റെഡ് ഓഫ് ഐഡന്റിറ്റി ക്ലെയിംസ് യൂസ് ബ്രിഡ്ജ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ഐഡന്റിറ്റി ക്ലെയിം എന്നത് ഞാൻ അങ്ങനെയാണെന്ന് ക്ലെയിം ചെയ്യൽ, ഐ ആം അബൻഡന്റ്, അതാണ് ഐഡന്റിറ്റി ക്ലെയിമിങ്. അങ്ങനെ പറയുന്നതിന് പകരം അതിനെ ബ്രിഡ്ജ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ല വാക്ക്. അപ്പോൾ നിങ്ങളെല്ലാം ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുള്ള അഫർമേഷൻ ഇങ്ങനെ പറയണമെന്നാണല്ലോ കോച്ചിങ്ങിനൊക്കെ പഠിപ്പിച്ചത്, എന്നിട്ട് പിന്നെ ഇപ്പം ഇതെങ്ങനെ പറയും? അതിനുള്ള ഉത്തരവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഐഡന്റിറ്റി ക്ലെയിം ചെയ്യുന്നതിന് പകരം ബ്രിഡ്ജ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരണം. ഐ ആം ലേണിംഗ് ടു റിസീവ് മോർ, വളരെ സേഫ്. ഐ ആം ലേണിംഗ് ടു റിസീവ് മോർ. ഐ ആം അബൻഡന്റിന് പകരം പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാക്ടിക്കൽ സയന്റിഫിക്, നമുക്കതൊരു സ്റ്റേബിളായിട്ട് ഇന്നർ കൺഫ്യൂഷൻ, സപ്രസീവ് തോട്ട്സ് വരാതിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഐ ക്യാൻ ടോളറേറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ മാനേജ് ബിഗർ എമൗണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഐ ക്യാൻ മാനേജ്, ഐ ക്യാൻ റിസീവ് ബിഗർ എമൗണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മൈ റിലേഷൻഷിപ്പ് വിത്ത് മണി ഈസ് ഇംപ്രൂവിങ് ത്രൂ സ്മോൾ പ്രൂഫ്. ചെറിയ ചെറിയ പ്രൂഫ് എനിക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ ഞാനും എൻ്റെ മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് മൈൻഡിലൊരു യുദ്ധം ഉണ്ടാകത്തില്ല ഇങ്ങനെ പറയുമ്പോൾ. നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഐ ആം അബൻഡന്റ്, ആ ഐഡന്റിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. നമ്മൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, മണി ഫോളോസ് ഫെൽറ്റ് സേഫ്റ്റി മോർ ദാൻ ഓപ്റ്റിമിസം. ഓപ്റ്റിമിസത്തിന്റെ പുറകെ അല്ല മണി പോകുന്നത്, സേഫ്റ്റിയുടെ പുറകെയാണ് പോകുന്നത്. സേഫ് ആകുന്നിടത്തേ മണി നിൽക്കുള്ളൂ. ഓപ്റ്റിമിസത്തെ കാട്ടിലും ഇത് ആളുകൾ ആക്ച്വലി കറക്റ്റായിട്ട് പറഞ്ഞു പറയാത്തൊരു കാര്യമാണ്. നമ്മുടെ സിസ്റ്റം കോൺസ്റ്റന്റ്ലി സ്കാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഔട്ട്സൈഡ് കോൺഷ്യസ് അവയർനെസ് ആണ് എപ്പോഴും ബോഡിക്കുള്ളത്. ഇപ്പൊ ബോഡി അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ പെട്ടെന്ന് നമ്മൾ മാറും. പെട്ടെന്ന് അപ്പുറത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. നമ്മൾ ആ ഒരു സേഫ്റ്റി മെക്കാനിസം എപ്പോഴും മിക്കവാറും ഔട്ട്സൈഡ് കോൺഷ്യസ്നെസ്സിൽ അവെയർ ആയിരിക്കും. ഇത് പോളിവേഗൽ തിയറിയുടെ ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. ഇതിനെയാണ് ന്യൂറോസെപ്ഷൻ എന്ന് പറയും. ന്യൂറോസെപ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ബോഡിക്കൊരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളെ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ മനസ്സിലാക്കി തരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മളെപ്പോഴും ഒരു സോഷ്യൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാലും നമുക്കൊരു പ്രശ്നം ത്രെട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ നമ്മൾ പെട്ടെന്ന് എടുക്കും. ഉദാഹരണത്തിന് സൗണ്ട് കേട്ടാൽ നമ്മൾ ഉടനെ ഓടി ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കും. ഒത്തിരി ബഹളമുണ്ട്, കുറച്ച് ആളുകളുടെ ഒരു റയട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കില്ല, നമ്മൾ നമ്മുടെ കുട്ടികളെ എടുത്തുകൊണ്ട് ദൂരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോകും. ഇത് ഒരു ഔട്ട്സൈഡ് കോൺഷ്യസ് അവയർനെസ് നമുക്കുള്ളത് കൊണ്ടാണ്. അത് ഡിസിഷൻ മേക്കിങ്ങിലും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു കാര്യം നമുക്ക് പിന്നെ റിസ്ക് ടോളറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മളുടെ നെർവ് സിസ്റ്റം മണിയുമായിട്ടൊരു പ്രഷറിലാണെങ്കിൽ, മണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മണിയുടെ കാര്യത്തിൽ കാശില്ലാത്തതിൻ്റെ ഒരു പ്രഷർ ഉണ്ടാകാം, മണി മണി തികയുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാകും. ഒരു പ്രഷറാണെങ്കിൽ നമുക്ക് അതിലെ ഒരു ക്രിറ്റിസിസം ആണെങ്കിൽ, അല്ലെങ്കിൽ
ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് പീപ്പിൾ വിൽ എക്സ്പെക്ട് മോർ എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ, ഒരു ഗിൽറ്റ് ഉണ്ടെങ്കിൽ, മണിയുമായിട്ടുള്ള നമ്മുടെ, അതായത് നമ്മളുടെ ആക്ഷൻ അൺസേഫ് ആയിരിക്കും, നമ്മൾ എടുക്കുന്ന ആക്ഷൻ അൺസേഫ് ആയിരിക്കും. അൺകോൺഷ്യസ്ലി അവോയ്ഡ് പ്രൈസിങ്, സെല്ലിങ്, ആസ്കിങ്, ഫോളോയിങ് എല്ലാം പോകും. ഇത് നമ്മൾ സെയിൽസിൽ, ഇൻഫാക്ട് സെയിൽസിൽ ഞാൻ പറയുന്ന കാര്യമാണിത്. ഇതിലേതെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സെയിൽസ് അവോയ്ഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ എനിക്കിത് വേണമെന്ന് പറയും, പക്ഷെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വിസിബിലിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ, ഇത് എന്നാലും സെയിൽസ് അവോയ്ഡ് ചെയ്യും. മണി അവോയ്ഡ്, സെയിൽസ് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ മണി അവോയ്ഡ് ചെയ്യലാണ്. ക്രിറ്റിസിസം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മണിയുമായിട്ട് ഉള്ള കറക്റ്റ് മണി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കോൺഫ്ലിക്റ്റ്, ആളുകൾ എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതല്ല, കുറച്ചുകൂടി എൻ്റെ പ്രോഗ്രാം വരുമ്പോൾ കുറച്ചുകൂടെ നല്ലവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തോന്നൽ വന്നാൽ മതി. അവിടെ മണിയാണ് ബ്ലോക്ക് ആവുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ മണി ബ്ലോക്ക് ആവും. അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഞാൻ പറയുന്നു, ഈ തോട്ട് സപ്രഷൻ വരുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സോ യഥാർത്ഥ ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് മണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇതിൽ ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് മണി, അത് നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? പതുക്കെ നമ്മളത് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്യുന്നതും ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ലേറ്റ് ആക്കി കളയും. ഒരു കാര്യം ലോഞ്ച് ചെയ്യുന്നു, അടുത്ത ആഴ്ച ആകട്ടെ, 2 weeks കഴിഞ്ഞ്, അതൊരു ബ്ലോക്കാണ്, മണി ബ്ലോക്കാണ്, ക്വൈറ്റ്ലി ബ്ലോക്കാണ്. പ്രോക്രാസ്റ്റിനേഷൻ ലോഞ്ചസ്, അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ നീട്ടിവെക്കും, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. അണ്ടർ ചാർജിങ്, ഇത് കൂടുതൽ പറഞ്ഞാൽ ആളുകൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വില കുറച്ചു കൊടുക്കുന്നത് ക്വൈറ്റ്ലി ബ്ലോക്കിംഗ്, മണി ബ്ലോക്കിംഗ് ആണ്. അവോയ്ഡിങ് നെഗോഷിയേഷൻ, ചോദിച്ചാൽ ചിലപ്പോൾ നടക്കും, പക്ഷെ ചോദിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോയാലോ? അത് ക്വൈറ്റ്ലി ബ്ലോക്കിംഗ് ആണ്. ഇൻകൺസിസ്റ്റന്റ് പോസ്റ്റിംഗ്, ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഇടും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോസ്റ്റർ ഇടുക, പ്രോഗ്രാം ചെയ്യുക, പിന്നെ ഒരാഴ്ച കഴിയട്ടെ നമ്മൾ വിചാരിക്കും. വലുതായിട്ട് സ്റ്റാർട്ടിങ് ബിഗ്, ദെൻ ഡിസപ്പിയറിങ് ആഫ്റ്റർ 3 or 4 days. ന്യൂ ഇയറിലൊക്കെ സംഭവിച്ച അതാണ്. അപ്പൊ ഇത് ഇത്രയും ക്വൈറ്റ്ലി മണി ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. തുടങ്ങും, സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നീട്ടിവെക്കും, അല്ലെങ്കിൽ അണ്ടർ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ ഇതിന് നമുക്കൊരു സേഫ്റ്റി ബിഫോർ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ചെറിയൊരു എക്സസൈസ് നമുക്ക് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഒരു 1 minute താഴെയുള്ള ഒരു എക്സസൈസ്. 1 minute അല്ല, 1.5 minute, 2 minutes എടുക്കാം. ഇതാണ് മെറ്റാകോഗ്നിഷന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. ഇത് തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ്. ഒന്നാമത്തത്, വെൻ ഐ തിങ്ക് ഓഫ് ഏർണിംഗ് മോർ, വാട്ട് ഡസ് മൈ ബോഡി ഫീൽ? ഞാൻ ഏറ്റവും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുമ്പോൾ എൻ്റെ ബോഡി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? വെൻ ഐ തിങ്ക് ഓഫ് ഏർണിംഗ് മോർ, വാട്ട് ഡസ് മൈ ബോഡി ഫീൽ? ഒന്നാമത്തെ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, എഴുതി വെച്ചിട്ട് ചോദിക്കണം. 2, വാട്ട് ഫീൽസ് അൺസേഫ് അബൌട്ട് മണി? മണിയെക്കുറിച്ചുള്ള നമുക്ക് സേഫ്റ്റി അല്ലാത്ത ഒരു സാധനം എന്താണ് സേഫ്റ്റി അല്ലാത്തത്? എന്താണ്? വാട്ട് ഫീൽസ് അൺസേഫ് അബൌട്ട് മണി? മൂന്നാമത്തെ, സോറി, ക്ലിയർ ആയോ ചോദ്യം? മാം, ആദ്യത്തെ ഒന്നുകൂടെ പറയൂന്നാണ് പറയുന്നത്. യെസ്. അതായത് വാട്ട് ഐ തിങ്ക് ഓഫ് ഏർണിംഗ് മോർ, ഞാൻ കൂടുതൽ കാശുണ്ടാക്കിയാൽ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക? എൻ്റെ മൈൻഡിൽ എന്തായിരിക്കും? എൻ്റെ ബോഡി എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? 2 ചോദ്യമാണ്. ഞാൻ കൂടുതൽ കാശുണ്ടാക്കിയാൽ ഞാൻ എന്ത് ചിന്തിക്കും? എൻ്റെ ബോഡി എന്ത് ഫീൽ ചെയ്യും? അതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. വെൻ ഐ തിങ്ക് ഏർണിംഗ് മോർ, വാട്ട് ഐ തിങ്ക് ആൻഡ് വാട്ട് ഡസ് മൈ ബോഡി ഫീൽ? എൻ്റെ മനസ്സിൽ എന്തായിരിക്കും, എൻ്റെ ശരീരത്തിൽ എങ്ങനെ ഫീൽ ചെയ്യും അത് ഒരുപാട് കാശുണ്ടാക്കിയാൽ?
വാട്ട് ഫീൽസ് അൺസേഫ് അബൌട്ട് മണി, മണിയെക്കുറിച്ച് എനിക്ക് അത്ര സേഫ് അല്ലാതെ ഫീൽ ചെയ്യുന്ന എവിടെയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് മേക്ക് 5% സേഫ്റ്റി ടുഡേ? അങ്ങനെ എന്തെങ്കിലും ഒരു അൺസേഫ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 5% സേഫ്റ്റി വരാൻ ഞാൻ എന്ത് ചെയ്യണം? ആ സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ടാണ് അണ്ടർ ചാർജ് ചെയ്യുന്നത്, വില കുറച്ച് പറയുന്നത്. ആ സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ടാണ് നെഗോഷിയേറ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം, പൈസ കൂട്ടണം, ക്യാഷ് കൂട്ടി പറയണം, വാല്യൂ കൂടുതൽ കൊടുക്കണം, വെറുതെ കൂട്ടിയിട്ട് കാര്യമില്ല, വാല്യൂ കൂടുതൽ കൊടുക്കണം, പോസ്റ്റർ റെഗുലർ ഇടണം. ഇതാണ് മാനിഫെസ്റ്റേഷന് റെഗുലേഷൻ പ്ലസ് ആക്ഷനിലേക്ക് നയിക്കുന്നത്. ഈ സംഭവം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ നടക്കും. അവിടെ മാനിഫെസ്റ്റേഷന് നമുക്ക് എഫർട്ട് ഇടണ്ട. മാനിഫെസ്റ്റേഷൻ ഓഫ് ഫ്ലോ സ്റ്റേറ്റിലേക്ക്, 4ാമത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോകും. ഗാമ സ്റ്റേറ്റ് സൂപ്പർ ഡ്യൂപ്പറാണ് ആ സ്റ്റേറ്റ്. അതിനെക്കുറിച്ചുള്ള പ്രാക്ടീസ് വരുന്നുണ്ട്. 90 days വിത്ത് ഡോക്ടർ ലിസി ഷാജഹാൻ, അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ ഫസ്റ്റ് L1 പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ലെവൽ 1 പ്രോഗ്രാം. ആ ലെവൽ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. നമ്മളെ ഗാമ സ്റ്റേറ്റിലേക്ക് എത്തുക, ആൽഫ സ്റ്റേറ്റിലേക്ക് എങ്ങനെ എത്തണം, ഓരോ സ്റ്റേറ്റിലും നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്താണ്, റിച്വൽസ്, ഡെയിലി വരുന്ന റിച്വൽസ്, മണി, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, എല്ലാ ഏരിയയിലും മാറ്റം ഉണ്ടാകുന്ന സംഭവം. റെഗുലേഷൻ പ്ലസ് ആക്ഷൻ, അതിലേക്ക് നമ്മൾ എത്തിക്കും. അവിടെയാണ് റിസൾട്ട് വരുന്നത്, നമ്മളിലേക്ക് റിസൾട്ട് വരുന്നത്. Money does not respond what you wish. It responds what your system can safely hold. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തല്ല മണി റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ്. സോ എനിക്ക് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനല്ല, ബട്ട് ദിസ് ഈസ് ട്രൂ. പോസിറ്റീവ് തിങ്കിങ് നമ്മൾ അറിയാതെ നമ്മളെ മണി ബ്ലോക്ക് ചെയ്യും. അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ചെങ്കിലും. പക്ഷേ ഇതിൽ നമ്മൾ ഡീപ്പർ ലെവലിലേക്ക് വർക്ക് ചെയ്യണം. നമ്മൾ ഓവർലി പോസിറ്റീവ് ആയാലുള്ള പ്രശ്നം അതാണ്. ഓവർലി പോസിറ്റീവ് ആവുന്നതും പ്രശ്നമാണ്. അത് ഒരുപക്ഷെ ആരും പറയത്തില്ല ഓവർലി പോസിറ്റീവ് ആയുള്ള. അപ്പം നമ്മൾ പറയാം ഡോപ്പമൈൻ ഓവർഫ്ലോ എന്ന് പറയാറില്ലേ, അതേപോലെ ഈ ഡോപ്പമൈൻ ഓവർഫ്ലോയും പ്രശ്നമല്ലേ. ഡോപ്പമൈൻ റെവല്യൂഷൻ, എല്ലാം സന്തോഷം. പിന്നെ സന്തോഷം, കംപ്ലീറ്റ് സന്തോഷം വന്നു കഴിഞ്ഞാൽ 24/7 സന്തോഷം വന്നുകൊണ്ടിരുന്ന പിന്നെ സന്തോഷം ഏതാണ് എന്ന് റിയലൈസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുപോലെ ഇത് ഈ മണി നെഗറ്റീവായിട്ടുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ മണിയുമായിട്ടുള്ള ഒരു നമ്മുടെ കണക്ഷൻ നമ്മളിലേക്ക് എത്താതെ ടൂ മച്ച് പോസിറ്റീവ് ആയാലും ഈ പ്രശ്നം വരുന്നു. ക്വയറ്റ് ബ്ലോക്കിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇത് നമ്മൾ ആക്ച്വലി ഈ അഫർമേഷൻ യൂസ് ചെയ്യുന്നത് എക്സോസ്റ്റഡ് ആവുന്ന, അല്ലെങ്കിൽ അഫർമേഷൻ യൂസ് ചെയ്ത് തളരുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്നിട്ട് എപ്പോഴും പറയും ഓൾ ഈസ് ഗുഡ്, ഓൾ ഈസ് വെൽ, എവറിത്തിങ് ഈസ് ഫൈൻ. പക്ഷെ ഉള്ളിലെ സിസ്റ്റം ഓവർവെയിംഡ് ആണ്, പുറത്തിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും ഒരു സ്ലോലി നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് നമ്മുടെ ഇന്നർ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്ത് ഇന്നർ സ്റ്റേറ്റിലേക്ക് ആ ഒരു ചെറിയൊരു ഫെദർ ടച്ച് കൊടുത്ത് മെല്ലെ കൊണ്ടുവന്നാൽ ഈ പോസിറ്റിവിറ്റിയുടെ റെവല്യൂഷനേക്കാൾ റിസൾട്ട് ഉണ്ടാവും. ഈ പോസിറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം, മൈൻഡ് പറയും പോസിറ്റീവ് ആണെന്ന്, പക്ഷെ ബോഡി സേഫായിട്ട് ഫീൽ ചെയ്യത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ മണി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സക്സസ് വരണമെങ്കിൽ ബോഡിയുടെ സേഫ്റ്റി പ്രധാനമാണ്. മണി ഒരിക്കലും തോട്ട്സിന് കോർ സാധനം ഇതാണ്. മണി തോട്ട്സിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇറ്റ് റെസ്പോണ്ട് വാട്ട് ഫീൽസ് സേഫ് ടു ഹോൾഡ്. ആ ഒരു സേഫ്റ്റിയിലാണ് മണി റെസ്പോണ്ട് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോഴ്സ് ചെയ്യുന്ന പോസിറ്റിവിറ്റി പ്രഷർ ഉണ്ടാക്കും. ഫോഴ്സ് ചെയ്യുന്ന പോസിറ്റിവിറ്റി പ്രഷർ ഉണ്ടാക്കും. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും ഇത് ഉള്ളിലേക്ക് കിട്ടാൻ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 2 minutes ഇനി നമുക്ക് ബാക്കിയുണ്ട്. ഇതൊരു തോട്ട് ഞാൻ ഇട്ട് തരികയാണ്, നിങ്ങളത് ഇനി വരുന്ന സെഷനുകളിൽ അത് നമുക്ക് മനസ്സിലാവും. ഇത് കൊണ്ട് തന്നെ എങ്ങനെ ഒരു 100 ദിവസങ്ങൾ കൊണ്ട് ഒരാൾ മണി, റിലേഷൻഷിപ്പ്, ഹാപ്പിനെസ്, കരിയർ ഓർ ബിസിനസ്, ദെൻ എല്ലാ ഏരിയയിലും അവരെ എങ്ങനെ ഒരു ഓത്തൻറ്റിക് പോസിറ്റിവിറ്റി, ഈ പറഞ്ഞ എല്ലാം ഉണ്ട്, എലിവേറ്റഡ് ഇമോഷൻ, ഓത്തൻറ്റിക് പോസിറ്റിവിറ്റിയിലേക്ക് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് നമ്മൾ പറയുന്ന പോലെ ബോഡി, മൈൻഡ്, ബോഡി, സോൾ ഈ മൂന്നും അലൈൻഡ് ആയിട്ടുള്ള കോഹറൻസിലേക്ക് അവരെ റീച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 100 days പ്രോഗ്രാം. അപ്പോൾ 100 days പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ കുറച്ച് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ രേഷ്മ ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നുണ്ടാവും. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും. ഡെയിലി പ്രോഗ്രാം ഉണ്ടാവും. ഡെയിലി എന്ന് വെച്ചാൽ കുറച്ച് നേരം മാത്രം. ഡെയിലി പ്രോഗ്രാം വളരെ കുറച്ച് നേരം മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും? മാം കേൾക്കുന്നുണ്ടോ? രേഷ്മയാണ്. യെസ്, കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ കുറച്ച് നമ്മൾ പറയില്ലേ അമ്മമാര് മനസ്സറിയുന്നു. അപ്പൊ എനിക്ക് ഇന്നലെ പനിയായിരുന്നു ആൻഡ് എനിക്ക് പെട്ടെന്നൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിരുന്ന് ആലോചിച്ചു, ഒരുപാട് പോസിറ്റീവ് ചിന്തിക്കുന്നുണ്ട്, പിന്നെ എവിടെയാണ് അഫർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. മണി സൈഡ് ഞാൻ ചിന്തിക്കാറില്ല, പക്ഷെ ഹെൽത്ത് സൈഡ് എവിടെയൊക്കെയോ വീക്ക് സെൽഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെനെവർ ഐ ഫീൽ ലോ, എനിക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ബൂസ്റ്റ് തരാൻ എങ്ങനെ പറ്റുന്നു, എങ്ങനെയാണ് കണക്ഷൻ കിട്ടുന്നതെന്ന് അറിയില്ല. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ഐ ലവ് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ ക്ലാസ് എനിക്ക് തോന്നുന്നു ജാൻസിയമ്മയ്ക്ക് എനിക്കൊക്കെ വേണ്ടിയായിരുന്നു, കാരണം എനിക്ക് ജാൻസിയമ്മയെ വ്യക്തമായിട്ട് അറിയാം. സോ അതുകൊണ്ട് പറയുന്നതാണ്. താങ്ക് യു സോ മച്ച്. വേർഡ്സ് ഒന്നും ഇല്ല. മെറ്റാ കൊഗ്നിഷൻ എല്ലാം കൂടുതൽ ആഴത്തിൽ സ്നേഹം മാത്രം. ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് രേഷ്മ. താങ്ക് യു. ലവ് യു. താങ്ക് യു മാം. ഞാന് എൻ്റെ അടുത്ത് ഈ അടുത്ത് വന്നൊരു ക്ലയന്റ് ഇതേ ഒരു പ്രശ്നം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പോസിറ്റീവാണ്, നല്ല അഫർമേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു ഞാൻ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്നുള്ളത്, എൻ്റെ അടുത്ത് എന്താ മിസ്റ്റേക്ക്, എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ ഇന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ മാനിഫെസ്റ്റേഷൻ ഇത് നമ്മൾ ലൈഫ് കോച്ചിങ്ങിൽ പഠിച്ചെന്ന് തന്നെ ഞാനിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോട് പറയുമായിരുന്നു, ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം കൂടി പഠിക്കുകയും അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓതൻറ്റിക്കായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുകൂടിയാണ് ആ ഒരു രീതി. വെറും ഒരു മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ്റെ അപ്പുറത്തേക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് വശം കൂടിയാണ് എന്ന് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ തന്നെ വളരെ ഡീറ്റെയിൽ ആണ് നമ്മൾ തരുന്ന 100 days പ്രോഗ്രാമിൽ വരുന്നത്. അതിൽ മാനിഫെസ്റ്റേഷൻ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാ ഏരിയയിലും എങ്ങനെ സ്റ്റഡി ആയിട്ട് നമുക്ക് സക്സസ് കൊണ്ടുവരാമെന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാം പറയാൻ പോകുന്നത്. അതുപോലെ മാനിഫെസ്റ്റേഷൻ, കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു പുതിയൊരു കോഴ്സ് വരുന്നുണ്ട്. അത് ഞാൻ ആരെയും കമ്പൽ ചെയ്യത്തില്ല കേട്ടോ, അത് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എടുക്കുന്നവർക്ക് എടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ അതും വളരെ ഡീപ്പ് സയൻറ്റിഫിക് ടൂൾസും സയൻറ്റിഫിക് കോഴ്സും സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സുമാണ് അതിനകത്ത് പറയുന്നത്. റിയൽ മാനിഫെസ്റ്റർ എങ്ങനെ ഗാമയിലേക്ക് ഒരാളെ എങ്ങനെ ആ ലെവലിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. താങ്ക് യു ഫോർ യുവർ ആക്സെപ്റ്റൻസ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഞാൻ തന്നെ വന്ന് പറയുമ്പോൾ അഫർമേഷൻ പറയണമെന്ന് പറയുന്നതും ഞാനാണ്. ആദ്യം എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി കുറച്ച് ഇപ്പോൾ 100 days ഞാൻ ഭംഗിയായിട്ട് എനിക്ക് കുറച്ച് ഓരോ ദിവസം കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് 1 മണിക്കൂറിനുള്ളിൽ എനിക്കിത് എത്തിക്കണം. അതിന് ഞാൻ സിംപിൾ ചെയ്തിട്ടാണ് പറയാൻ ശ്രമിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ആക്സെപ്റ്റൻസ്. താങ്ക് യു. ഞങ്ങളാണ് എല്ലാവരും താങ്ക് യു പറയേണ്ടത്. കാരണം എന്നാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, ഇതെങ്ങനെ ചോദിക്കണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ കൂടെയായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷെ അതിനുള്ള ഉത്തരവാണ് മാം ഇന്നെന്ന്. എനിക്ക് ഭയങ്കര വണ്ടർഫുൾ ആയിരിക്കുന്നു. ശരിക്കും ഒരുപാട് നന്ദി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.
9:02 അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, ആഴത്തിലുള്ള, സന്തോഷമുള്ള, അനുഭവേദ്യമായ മലയാള ഭാഷയൊക്കെ എടുത്ത് ഉപയോഗിച്ചു തുടങ്ങുകയാണ് ഞാൻ. ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുകയാണ്. നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി ചിരിക്കുക, സന്തോഷിക്കുക. മാഡം യെസ്, മാഡം നമുക്ക് റെക്കോർഡിംഗ് കിട്ടുമോ? ഞാൻ ക്ലാസ് കേൾക്കുക ചെയ്തത്. നോട്ട്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് കിട്ടില്ലേ? നമുക്ക് കിട്ടുമോ? ഉബുണ്ടുവിന്റെ റെക്കോർഡിംഗ് തരും. എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാം ടാഗ് മാംഗോയിലേക്ക് ഓക്കെ, കൊണ്ടുവന്ന് താങ്ക് യു മാം. തരും. എനിക്ക് എന്താ പറയാ, എന്റെ ഒരു പ്രശ്നം, എനിക്ക് എഴുതുമ്പോ മാമിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോ രണ്ടും കൂടെ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അപ്പൊ ഞാൻ ക്ലാസ് ശ്രദ്ധിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോ പിന്നെ എനിക്ക് നോട്ടില്ലാത്തതൊരു പ്രോബ്ലം. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് ചോദിക്കുന്നത്. എല്ലാം പറ്റുന്ന പോലെ നോട്ട് ചെയ്ത് പതിയെ പഠിക്കുന്നുള്ളൂ. പക്ഷെ നോട്ടുകൾ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. അപ്പോൾ ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ഇന്ന് വൈകുന്നേരം ഇൻസ്റ്റാ ലൈവിന്റെ ഫിനാലെയാണ് കേട്ടോ. 11 days. ഞാനത് ബ്രേക്ക് ചെയ്ത്, എനിക്ക് നിങ്ങളോട് കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം പറയണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള യോഗ്യത നേടിയെടുക്കണം. ആ യോഗ്യത ഇന്ന് ഞാൻ ക്വാളിഫൈഡ് ആവും. 11 days കൺസിസ്റ്റന്റ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, റൈറ്റ് നൗ ഐ ആം ഇൻ എ ഹോസ്പിറ്റൽ. എൻ്റെ ഹസ്ബൻഡ് വീണ്ടും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സെഷൻ തരുന്നത്. ഇന്നലെ ലൈവ് ഇരുന്നതും ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടായിരുന്നു. സോ ദിസ് ഈസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, എനിക്ക് ആ യോഗ്യത, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ, നമ്മൾ നേരത്തെ ബുദ്ധൻ പറഞ്ഞ പോലെ പഞ്ചസാര ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ എനിക്കത് പറയാനുള്ള അവകാശമുള്ളൂ. അത് ഉണ്ടാക്കിയെടുക്കലായിരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു മൈ മെന്റേഴ്സ്, എല്ലാ ഗുരുക്കന്മാർക്കും, എൻ്റെ പാരൻസിനും താങ്ക് യു സോ മച്ച്. ബൈ, സീ യു. താങ്ക് യു മാം. താങ്ക് യു.